ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ജോഗ്രഫി ക്ലാസ്. നമ്മൾ ജോഗ്രഫിയിലെ അഗ്രികൾച്ചർ എന്ന ചാപ്റ്ററിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സോട് കൂടി അതിലെ മേജർ ക്രോപ്സ് എന്ന ടോപ്പിക്ക് മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ ടോപ്പിക് ടെക്നോളജിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 5 മാർക്ക് ടോപ്പിക്കാണിത്. As we all know, our country is an agricultural nation, but still our farming sector needs a lot of improvements or reforms. ഇന്ത്യ ഒരു അഗ്രികൾച്ചർ നേഷൻ ആണെങ്കിലും ഇപ്പോഴും നമുക്ക് നമ്മുടെ ഫാമിംഗ് സെക്ടറിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ റിഫോംസ് വരുത്തേണ്ട ആവശ്യമാണ്. അതാണ് നമ്മൾ ഈ ടോപ്പിക് പഠിക്കാൻ പോകുന്നത്. ബട്ട് ദിസ് ടോപ്പിക് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ഹെഡിങ്സ്: ടെക്നോളജിക്കൽ റിഫോംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. നമുക്ക് ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് നോക്കാം. ഇതിൽ 6 പോയിന്റ് വരുന്നുണ്ട്. പോയിന്റ് നമ്പർ 1, കളക്ടിവൈസേഷൻ ആൻഡ് കൺസോളിഡേഷൻ ഓഫ് ഹോൾഡിങ്സ്. ഇതിലെ കളക്ടിവൈസേഷൻ എന്ന ടോപ്പിക് നിങ്ങൾ കഴിഞ്ഞ വർഷം 9th ഹിസ്റ്ററിയിൽ പഠിച്ചൊരു പോയിന്റ് ആയിരുന്നു. അവിടെ സ്റ്റാലിൻ ടോപ്പിക് പഠിച്ചപ്പോൾ അതിൽ വന്നൊരു ചെറിയ പോയിന്റ് ആയിരുന്നു കളക്ടിവൈസേഷൻ ഓഫ് സ്റ്റാലിൻ. ഈ ചാപ്റ്ററിലെ കളക്ടിവൈസേഷൻ എന്ന് പറയുന്നത് ഫാമിംഗ് ഈസ് ഡൺ ആസ് എ ജോയിൻറ്റ് എൻ്റർപ്രൈസ്. അതായത് ഓരോ ഫാമേഴ്സ് ഇൻഡിവിജ്വലായിട്ട് ഫാമിംഗ് ചെയ്യാതെ ദേ ആർ ഡൂയിങ് ഇറ്റ് ആസ് എ ജോയിൻറ്റ് എൻ്റർപ്രൈസ്. ഫാമിംഗ് ഒരു കൂട്ടം ഫാമേഴ്സ് ഒരുമിച്ച് അതിന് വേണ്ട കോസ്റ്റ് ഷെയർ ചെയ്യുന്നു, ലേറ്റ് ഓഫ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണ് കളക്ടിവൈസേഷൻ. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ലാഭമുണ്ട്, കാരണം അവർക്ക് അവിടെ കോസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റും. ലേറ്റർ ദേ ക്യാൻ ഷെയർ ദ പ്രോഫിറ്റ് ആൾസോ. അപ്പോൾ അതാണ് കളക്ടിവൈസേഷൻ, ഫാമിംഗ് ഡൺ ആസ് എ ജോയിൻറ്റ് എൻ്റർപ്രൈസ്. ഇനി പോയിന്റ് നമ്പർ അതിൽ വരുന്ന മറ്റൊരു പോയിൻ്റാണ് കൺസോളിഡേഷൻ ഓഫ് ഹോൾഡിങ്സ്. ഈ കൺസോളിഡേഷൻ ഓഫ് ഹോൾഡിങ്സ് പറയുന്നത് ടു ബ്രിങ് ടുഗെദർ ഡിഫറെൻറ്റ് പീസ് ഓഫ് ലാൻഡ് ആൻഡ് മെർജ് ദം ഇൻ ടു വൺ ലാൻഡ്. അത് നമുക്കറിയാം, ഇന്ത്യയിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം ഗ്രേഡ് 9 പാലമ്പൂർ വില്ലേജ് സ്റ്റോറി പഠിച്ചപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പാലമ്പൂർ വില്ലേജ് അതൊരു ടിപ്പിക്കൽ ഇന്ത്യൻ വില്ലേജിന് റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ഇമാജിനറി വില്ലേജ് ആയിരുന്നു. അവിടെ ഒരുപാട് ലാൻഡ് ഉണ്ട്, പക്ഷെ അതൊക്കെ ഒരു കൺസോളിഡേറ്റ് ആയിട്ടല്ല, അവിടെ എവിടെയും സ്കാറ്ററായി കിടക്കുന്ന ലാൻഡായിരുന്നു. അപ്പോൾ അതിന് പകരം ഇവിടെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ലാൻഡ് എല്ലാം കൺസോളിഡേറ്റ് ചെയ്യുന്നു. ബ്രിങ് ടുഗദർ ഡിഫറെൻറ്റ് പീസ് ഓഫ് ലാൻഡ് ആൻഡ് മെർജ് ദം ഇൻ ടു വൺ ലാൻഡ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൾട്ടിവേഷൻ കൂട്ടാൻ പറ്റും. അതാണ് കൺസോളിഡേഷൻ ഓഫ് ഹോൾഡിങ്സ്. ഇനി പോയിന്റ് നമ്പർ 2, ജമീന്ദാരി സിസ്റ്റം അബോളിഷ്. നമുക്കറിയാം, ഏർലിയർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു പ്രാക്ടീസ് ആയിരുന്നു ജമീന്ദാരി സിസ്റ്റം. അക്കോർഡിംഗ് ടു ദിസ് പ്രാക്ടീസ്, ജമീന്ദാർസ് ഓർ ബിഗ് ലാൻഡ് ലോഡ്സ് വർ ഏബിൾ ടു കളക്ട് ടാക്സസ് ഫ്രം പുവർ പീപ്പിൾ, എസ്പെഷ്യലി പുവർ പെസൻസ്. അപ്പോൾ അതൊക്കെ ഈ ഫാമിംഗ് സെക്ടറിനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓൾറെഡി ഫാമേഴ്സ് ബുദ്ധിമുട്ടിലായിരിക്കും, ബട്ട് സ്റ്റിൽ ദീസ് പീപ്പിൾ ആർ കളക്ടിങ് ടാക്സസ് ഫ്രം ദം. അങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അബോളിഷ്ഡ് ജമീന്ദാരി സിസ്റ്റം. അതാണ് സെക്കൻഡ് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ റിഫോംസ്. ഇനി തേർഡ് പോയിന്റ്, ലാൻഡ് റിഫോംസ്. ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ: ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് എമംഗ് ലാൻഡ്ലെസ് ഫാമേഴ്സ്. ലാൻഡ് ഇല്ലാത്ത ഫാമേഴ്സിന് അല്ലെങ്കിൽ പെസൻസിന് അവർക്കിടയിൽ ലാൻഡ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് ലാൻഡ് റിഫോംസ്. അതും നമുക്കറിയാം, ലാൻഡ് ഇല്ലാത്ത ഫാമേഴ്സിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു ഫാമിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിഫോമാണ്. അപ്പോൾ അതാണ് തേർഡ് വൺ, ലാൻഡ് റിഫോംസ്. ഇനി ഫോർത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ റിഫോമാണ് ക്രോപ്പ് ഇൻഷുറൻസ്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേഴ്സണൽ ഇൻഷുറൻസ് സ്കീമുകൾ ഇന്ത്യയിലുണ്ട്. അതുപോലത്തെ ഒരു ഇൻഷുറൻസ് സ്കീമാണ് ഇത്. പക്ഷേ ഇത് മെയിനായിട്ടും കവർ ചെയ്യുന്നത് ഫാമിംഗ് സെക്ടറിനെയാണ്. ഇപ്പോൾ നമ്മുടെ ക്രോപ്പ് നശിച്ചു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഡ്യൂ ടു ഡ്രോട്ട് കൊണ്ടോ, വരൾച്ച കൊണ്ടോ, ഫ്ലഡ് കൊണ്ടോ, അല്ലെങ്കിൽ ഫയർ കൊണ്ടാവാം, സൈക്ലോൺ ആവാം, അല്ലെങ്കിൽ പ്ലാന്റിനെ മാത്രം ബാധിക്കുന്ന എന്തെങ്കിലും ഡിസീസ് ആവാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് നമ്മുടെ ക്രോപ്പ് നശിച്ചു പോവുകയാണെങ്കിൽ, ക്രോപ്പ് ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ, വി വിൽ ഗെറ്റ് ഇൻഷുറൻസ്, ദ ഫാമേഴ്സ് വിൽ ഗെറ്റ് ഇൻഷുറൻസ്. ആ ഒരു റിഫോമാണ് ക്രോപ്പ് ഇൻഷുറൻസ്. സോ അണ്ടർ ദിസ് സ്കീം farmers will get crop insurance. ഇനി ഫിഫ്ത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് ആണ് ഗ്രാമീൺ ബാങ്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഗ്രാമീൺ ബാങ്ക്സ് ഇപ്പോൾ അടുത്തായിട്ട് വരുന്നുണ്ട്. ഈ ഗ്രാമീൺ ബാങ്കിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് അഗ്രികൾച്ചറൽ ലോൺ അറ്റ് ലോ ഇൻട്രസ്റ്റ്. നമുക്കറിയാം, ഫാമേഴ്സിന് മറ്റ് ബാങ്കിൽ നിന്നും ഈ സമയത്തൊക്കെ ഇപ്പോൾ ലോൺ കിട്ടുന്നുണ്ട്. ബട്ട് ഈ ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രം ദിസ് ബാങ്ക് ദേ ക്യാൻ ഗെറ്റ് ക്രെഡിറ്റ് അറ്റ് ലോ ഇൻട്രസ്റ്റ്. വളരെ ലോ ഇൻട്രസ്റ്റിൽ അവർക്ക് ഗ്രാമീൺ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നുണ്ട്. അതാണ് ഫിഫ്ത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ റിഫോം. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ റിഫോംസിലെ 6th ആൻഡ് ലാസ്റ്റ് പോയിൻ്റാണ്. അത് ആക്ച്വലി ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 3 തിങ്സ്. 3 അബ്രിവേഷനാണ്: PAIS,
KCC ആൻഡ് MSP. PIS എന്ന് പറയുന്നത് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീം. അതായത് ഈ സ്കീമിൽ ഫാമേഴ്സിന് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് അതിന്ന് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് ക്യാഷ് കിട്ടുന്ന ഒരു സ്കീമാണ് PIS, പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീം, PIS. മറ്റൊന്നാണ് KCC. KCC എന്ന് പറയുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ്. So this credit card can be used to get loan or credit for agricultural purpose. ആളുകൾക്ക് ഫാമേഴ്സിന് കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് അവർക്ക് ഈസി ആയിട്ട് ക്രെഡിറ്റ് കിട്ടുന്ന ഒരു സംവിധാനമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്, ഷോർട്ട് ഫോം KCC. മറ്റൊന്നാണ് MSP. നിങ്ങൾക്കൊരു പുതിയ വേർഡല്ല, നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ടായത് എക്കണോമിക്സിൽ. അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ്. ഇറ്റ്സ് ആൻ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് പ്രൈസ് സെറ്റ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു പർച്ചേസ് ഡയറക്ട്ലി ഫ്രം ദ ഫാമർ. അതായത് ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് നേരിട്ട് അവരുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അവർക്കൊരു മിനിമം പ്രൈസ് എപ്പോഴും അവർ എൻഷുർ ചെയ്യും. മാർക്കറ്റ് പ്രൈസ് കുറവാണെങ്കിലും ഗവൺമെൻറ് എപ്പോഴും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രൈസ് വെച്ചിട്ടുണ്ടായിരിക്കും, മിനിമം സപ്പോർട്ട് പ്രൈസ്. അതിൽ കുറഞ്ഞ ഒരിക്കലും ഗവൺമെൻറ് ഫാമേഴ്സിന് അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യില്ല. അതാണ് MSP. അപ്പോൾ ഇത്രയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് വരുന്നത്, 6 പോയിൻറ്റ്സ്. ഇനി നമുക്ക് നോക്കാം ടെക്നോളജിക്കൽ റിഫോംസ്. ഇതിലൊരു 5ഓളം പോയിന്റ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഗ്രീൻ റവല്യൂഷൻ ആൻഡ് വൈറ്റ് റവല്യൂഷൻ. ഒരുപാട് കേട്ട് പരിചയിച്ച 2 വാക്കുകളാണ്, ഗ്രീൻ റവല്യൂഷൻ ആൻഡ് വൈറ്റ് റവല്യൂഷൻ. അതായത് 1960s അല്ലെങ്കിൽ 1970s ഉണ്ടായ റവല്യൂഷനാണ് ഗ്രീൻ റവല്യൂഷനും വൈറ്റ് റവല്യൂഷനും. ഗ്രീൻ റവല്യൂഷൻ റെഫേഴ്സ് ദി ഇൻക്രീസ് ഇൻ ഗ്രെയിൻ പ്രൊഡക്ഷൻ. ഇന്ത്യയിൽ HYV സീഡ്സിൻ്റെ ഉപയോഗം കൊണ്ടും അതുപോലെ ഡ്യൂ ടു ദ യൂസ് ഓഫ് HYV സീഡ്സ്, പെസ്റ്റിസൈഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, ഇതിൻ്റെയൊക്കെ പെട്ടെന്നുള്ള ഉപയോഗം കൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ പെട്ടെന്ന് കൂടുണ്ടായി, എസ്പെഷ്യലി ഗ്രെയിൻ പ്രൊഡക്ഷൻ. അത് ആ റവല്യൂഷൻ പറയുന്ന പേരാണ് ഗ്രീൻ റവല്യൂഷൻ. മറ്റൊന്നാണ് വൈറ്റ് റവല്യൂഷൻ. വൈറ്റ് റവല്യൂഷൻ റെഫേഴ്സ് ദി ഇൻക്രീസ് ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ. മിൽക്ക് പ്രൊഡക്ഷൻ്റെ ഇൻക്രീസിലുണ്ടായ ആ ഒരു ഇതിന് പറയുന്ന പേരാണ് വൈറ്റ് റവല്യൂഷൻ. ബട്ട് വൈറ്റ് റവല്യൂഷൻ അതർവൈസ് നോൺ ആസ് ഓപ്പറേഷൻ ഫ്ലഡ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്നും വൈറ്റ് റവല്യൂഷൻ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു 2 കാര്യം കൊണ്ട് നമുക്ക് ഒരുപാട് റിഫോംസ് നമ്മുടെ ഫാമിംഗ് സെക്ടറിൽ വരുത്താൻ സാധിച്ചു. അതുകൊണ്ടാണ് ഇത് രണ്ടും ടെക്നോളജി റിഫോംസിൽ ഫസ്റ്റ് വരാൻ കാരണം. ഇനി അതിലെ സെക്കൻഡ് പോയിൻ്റാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ICAR. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് 1 വേർഡിനെങ്കിൽ ഈ ICAR ചോദിക്കാറുണ്ട്. ICAR എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. അതായത് നമ്മുടെ അഗ്രികൾച്ചർ നമുക്കറിയാം ഒരുപാട് റിസർച്ച് ആവശ്യമാണ്. നമുക്ക് ഒരുപാട് പുതിയ സീഡ്സ് കണ്ടെത്തേണ്ടി വരും, പുതിയ ഫെർട്ടിലൈസർ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇന്ത്യയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റിംഗ് അപ്പ്, എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒരു ടെക്നോളജിക്കൽ റിഫോംസ് ആണ്. ഇനി തേർഡ് വൺ, സോയിൽ ടെസ്റ്റിംഗ് ലാബ്. നമുക്കറിയാം, നമുക്ക് സോയിലിൽ ഫാമേഴ്സ് നീഡ് ടു ചെക്ക് സോയിൽ ഫോർ വെറൈറ്റി ഓഫ് പർപ്പസ്. അവർക്ക് അതിൻ്റെ pH വാല്യൂ കണ്ടെത്താനാവാം, അതിൽ എന്തൊക്കെ ന്യൂട്രിയൻസ് ഉണ്ടെന്ന് കണ്ടെത്താനാവാം. സോ ഒരുപാട് കാര്യത്തിന് അവർക്ക് നമുക്ക് സോയിൽ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. സോ നവഡേയ്സ് ഇൻ ഇന്ത്യ ദർ ആർ ലോട്ട് ഓഫ് സച്ച് സോയിൽ ടെസ്റ്റിംഗ് ലാബ്. അവിടെ ഫാമേഴ്സിന് ഫ്രീ ആയിട്ട് തന്നെ പലയിടത്തും സോയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് തേർഡ് ടെക്നോളജിക്കൽ റിഫോം, സോയിൽ ടെസ്റ്റിംഗ് ലാബ്. മറ്റൊന്നാണ് വെതർ ബുള്ളറ്റിൻ. നമുക്കറിയാം നമ്മുടെ ഫാമിംഗ് എന്ന് പറയുന്നത് എൻ്റർലി ഡിപ്പെൻഡ്സ് ഓൺ മൺസൂൺ ആൻഡ് അതർ ക്ലൈമറ്റിക് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് എപ്പോഴും ഫാമേഴ്സിന് വെതറിൻ്റെ ഒരു ഫോർകാസ്റ്റ് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് TV വഴിയും റേഡിയോ വഴിയും അതുപോലെ പ്രിൻറ്റഡ് മീഡിയാസ് വഴിയൊക്കെ ഗവൺമെൻറ് വെതർ ബുള്ളറ്റിൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതും ഒരു ടെക്നോളജിക്കൽ റിഫോംസ് ആണ്, ഫോർത്ത് വൺ. ഇനി ലാസ്റ്റ് ടെക്നോളജി റിഫോംസ് ആണ് അഗ്രികൾച്ചറൽ പ്രോഗ്രാംസ് ത്രൂ TV ആൻഡ് റേഡിയോ. ഇപ്പോൾ കൃഷിക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് അഗ്രികൾച്ചർ പ്രോഗ്രാംസ് ഇന്ന് നമുക്ക് TVയിലൂടെയും അതുപോലെ റേഡിയോയുടെ ബ്രോഡ്കാസ്റ്റും അതുപോലെ TVയിലൂടെ ടെലികാസ്റ്റും ഒക്കെ ചെയ്യാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ 5 എണ്ണമാണ് ടെക്നോളജിക്കൽ റിഫോംസ്. So today we completed the topic technological and institutional reforms. Thanks for watching.